هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ നമ്മെ നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് എന്നോട് ബാധ്യതയുള്ളതുപോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരിക്കലും നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ സാധ്യമല്ലാത്ത അനുഗ്രഹമാണ് അല്ലാഹു നമ്മൾക്ക് ഒരു തടസ്സവും കൂടാതെ നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്നുള്ളത്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ധാരാളമായി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഭക്ഷണം കുറക്കണമെന്ന് പലരും പറയുന്ന സന്ദർഭവും സാഹചര്യവും. ഈ ഒരു അനുഗ്രഹം ധാരാളമായി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. വിശപ്പ് എന്താണ് എന്ന് അറിയാറുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും നോമ്പെടുക്കുമ്പോഴും ചില സമയങ്ങളിലൊക്കെ ഭക്ഷണം ഒഴിവാക്കുമ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരാൾക്ക് സംസാരിക്കാൻ കഴിയാത്തത്രത്തോളം ക്ഷീണം വരുന്ന അവസ്ഥയിലേക്ക്, തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പട്ടിണി കാരണം മാറുന്ന സാഹചര്യം, അത്രത്തോളമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ നമ്മളെപ്പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അനുഭവപ്പെടാറില്ല. ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയും, അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ലഖദ് സമിഅ്തു സൗത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഈഫ. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ടു. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ പ്രവാചകന്റെ ശബ്ദം എന്തായിരുന്നു? ദഈഫ, വളരെ ക്ഷീണിച്ച ശബ്ദമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. വളരെ ദുർബലമായ ദഈഫായ ശബ്ദത്തിലായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നത് എന്നാണ്. അപ്പൊ സഹാബി നമ്മളോട് പറയാണ്, അരിഫു ഫീഹിൽ ജൂർ, റസൂലുള്ളാഹിന്റെ ശബ്ദം ക്ഷീണിച്ചിരിക്കുന്നത് പ്രവാചകൻ വിശപ്പ് സഹിക്കുന്നത് കൊണ്ടാണ്, റസൂലുള്ളാഹിക്ക് വിശക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു, ഫഹൽ ഇൻദകി മിൻ ഷൈ, നിന്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലീം റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇവരുടെ മകനാണ്. മറ്റൊരു റിപ്പോർട്ടിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് വയറ്റിൽ എന്തോ കെട്ടിവെച്ചിട്ടുണ്ട്. എന്താണെന്ന് കൂടുതലുള്ള സഹാബാക്കളോട് ചോദിച്ചു. അത് കല്ലോ മറ്റോ ആണെന്ന് അവരൊക്കെ അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വയറ്റിൽ കെട്ടിവെച്ചിട്ട് സഹാബാക്കളോട് സംസാരിക്കുന്നത്?
എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫഖാലു മിനൽ ജൂഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് സഹിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത് വേദന കുറയാൻ വേണ്ടിയിട്ടാണ് വയറ്റിൽ കെട്ടിവെച്ചത് എന്ന് സഹാബാക്കൾ പറഞ്ഞു. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉപ്പയായിട്ടുള്ള അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് വിഷയം പറയുകയും ഉമ്മയോട് എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു എന്നാണ്. പ്രവാചകനും സ്വഹാബത്തും യഥാർത്ഥത്തിൽ വിശപ്പ് എന്തായിരുന്നു എന്ന് അനുഭവിച്ചവരായിരുന്നു. നമ്മളൊക്കെ ഒരു നോമ്പെടുത്ത് കുറച്ചൊക്കെ ക്ഷീണിച്ചു, കുറച്ചൊക്കെ വിശന്നു, വിശപ്പ് എന്താ എനിക്ക് മനസ്സിലായി എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ്, ഭക്ഷണമെന്ന അനുഗ്രഹം എന്താണ്, വിശപ്പെന്ന പ്രയാസമെന്ന് കൃത്യമായി അനുഭവിച്ചവരും അത് പഠിപ്പിച്ചവരുമായിരുന്നു. പ്രവാചകൻ മാത്രമല്ല, സഹാബാക്കളുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരു രാത്രി ആരും പുറത്തിറങ്ങാത്ത സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങുന്നത്. എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഹദീസിൽ ആ രീതിയിൽ തന്നെ പറഞ്ഞു, ലാ യഖ്റുജു ഫീഹാ വലാ യൽഖാഹു ഫീഹാ അഹദ്. ഒരാളെ കണ്ടുമുട്ടാത്ത, ഒരാൾ പുറത്തിറങ്ങാത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളെന്താ പുറത്ത് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ്തു അൽഖാ റസൂലല്ലാഹി വ അൻദുറു ഫീ വജ്ഹിഹി വത്തസ്ലീമ അലൈഹി. ഞാൻ റസൂലുള്ളാഹിനെ കാണാനും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാനും റസൂലെ നിങ്ങളോട് സലാം പറയാനും ഇറങ്ങിയതാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേ സമയത്ത് ആരും പുറത്തിറങ്ങാത്ത രാത്രിയിൽ തൊട്ട് ശേഷം ഫലം യൽബസ് അൻജാ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. രാത്രിയാണ്, ആരും പുറത്തില്ല. റസൂലുള്ളാഹി പുറത്തിറങ്ങി വീട്ടിൽ നിന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി, ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പുറത്ത്, മാ ജാഅ ബിക യാ ഉമർ, നിങ്ങൾ എന്താ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, റസൂലെ വിശന്നിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയ വിശന്നിട്ട് തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും സ്വഹാബത്തിന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന ചരിത്രം നമ്മൾക്ക് കാണാൻ സാധിക്കും. വിശപ്പ് എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞവരായിരുന്നു, ജീവിതത്തിൽ അനുഭവിച്ചവരായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ സംസാരം കേട്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു മനസ്സിലായി റസൂലുള്ളാഹിക്ക് വിശക്കുന്നുണ്ടെന്നുള്ള മനസ്സിലായി എന്നാണ്. അതാണ് വീട്ടിൽ പോയിട്ട് ഉപ്പാനോട് പറഞ്ഞത്. ഉപ്പ ഉമ്മാനോട് പറഞ്ഞു, എന്നിട്ട് ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരുക്കി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹം ഒരിക്കലും കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെ വീട്ടിലെ രാത്രി നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലേ പുറത്തു പോയിട്ട് നമ്മൾ കഴിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടാവും. നമ്മൾക്ക് അതിനുള്ള അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ. അന്നാ സബബ്നൽ മാഅ സബ്ബ, നാമാണ് അവന് വേണ്ടി വെള്ളം ഇറക്കി തന്നിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ ശഖഖനൽ അർദ ശഖ്ഖ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കിയിട്ട് ഭൂമിയെ നാം പിളർത്തിയിരിക്കുന്നു. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, എന്നിട്ട് അതിൽ നിന്നും വിത്തുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചിരിക്കുന്നു. വഇനബൻ വഖൽബ, മുന്തിരിയും പച്ചക്കറികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വസൈതൂനം വനഖല, ഒലീവും അതേപോലെ തന്നെ ഈന്തപ്പനയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വഹദായിഖ ഗുൽബ, ഇടതോർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഫാകിഹതൻ വഅബ്ബ, ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയാം. മതാഅൻ ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്ക് തിന്നാൻ, നിങ്ങളുടെ കാലുകൾക്ക് ഭക്ഷിക്കാൻ ഇതാ നാം അനുഗ്രഹമായി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. റസൂൽ പോലും അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കോരി ചൊരിഞ്ഞു തന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മൾ പലപ്പോഴും ഭക്ഷണം കൂടിയതിന്റെ പേരിൽ ഡയറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറയ്ക്കേണ്ട ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഗ്രഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിനോട് എങ്ങനെ സമീപിക്കണം എന്നത് കൃത്യമായി പ്രവാചകന്റെ ഹദീസുകളിൽ റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒന്നാമതായിട്ട്, ഭക്ഷണം എന്നത് അനുവദനീയമായത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അനുവദനീയമാക്കിയത് എല്ലാം ശുദ്ധമായതാണ്, പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയിട്ടുള്ളൂ. നമ്മൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന, അപകടമുണ്ടാക്കുന്ന ഹറാമായിട്ടുള്ളൊന്നും അല്ലാഹു അനുവദിച്ചു തന്നിട്ടില്ല, അതൊക്കെ ഹറാമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, പരിശുദ്ധമായത് നമ്മൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അതേപോലെ തന്നെ മ്ലേച്ഛമായത് നമ്മൾക്ക് ഹറാമാക്കിയിട്ടുമുണ്ട്. പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല, ശവങ്ങൾ കഴിക്കാൻ പാടില്ല, രക്തം കുടിക്കാൻ പാടില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടാത്തത്
ചീത്തയായത്, ഖബായിസുകൾ നമ്മൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്, കഴിക്കാൻ പാടില്ല. ഇനി കഴിക്കുന്ന ഭക്ഷണം നല്ലതാണെങ്കിലും അത് നമ്മൾ സമ്പാദിച്ച, നമ്മൾ നേടിയെടുത്ത രീതി അത് ഹലാലായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പലിശ വാങ്ങി കഴിക്കുന്ന ഭക്ഷണം അത് നല്ല ഭക്ഷണമാണ് കയ്യിലുള്ളത്, പക്ഷേ സമ്പാദിച്ചത് പലിശ വാങ്ങിയിട്ടാണ് അല്ലെങ്കിൽ മോഷണം നടത്തിയിട്ടാണ്. ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. അല്ലദീന യഖൂലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. റിബ കൊണ്ട് തിന്നവൻ, പലിശ കൊണ്ട് ഭക്ഷിച്ചവൻ, പലിശയുടെ സമ്പാദ്യത്തിൽ നിന്ന് തിന്നവൻ നാളെ പരലോകത്ത് പിശാച് ബാധയേറ്റവർ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാണ് നിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരെന്താ പറയുന്നത്? ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കച്ചവടം പലിശക്ക് ഒന്നെന്നാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അള്ളാഹു പറയുന്നു വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അത് അനുവദനീയമാണ്, പലിശ ഹറാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വെറും കച്ചവടത്തിൽ മാത്രമല്ല, വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ, ഏറ്റക്കുറച്ചിൽ വരുത്തുന്ന ഏതും, ശമ്പളം വാങ്ങുന്നു അതിനനുസരിച്ച് ജോലി ചെയ്യുന്നില്ല, അയാളെ നോക്കാൻ ആളില്ല, ശമ്പളം കൊടുക്കാൻ മാത്രമേ ആളുള്ളൂ, അനുസരിച്ച് ജോലി ചെയ്യുന്നില്ലെങ്കിൽ അത് മുതഫ്ഫിഫീനാണ്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അവർ ജനങ്ങളോട് അളന്ന് വാങ്ങുന്ന വിഷയത്തിൽ കൃത്യമായി അവർ വാങ്ങും, പക്ഷെ അങ്ങോട്ടേക്ക് പണി ചെയ്തു കൊടുക്കുന്ന ടൈമിങ് അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. ഇങ്ങോട്ടേക്ക് ഒരു വസ്തുവിന്റെ പൈസ കൃത്യമായിട്ട് വാങ്ങും, അങ്ങോട്ടേക്ക് അതിന് ക്വാളിറ്റി ഇല്ലാത്ത വസ്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആ വാങ്ങിയവൻ അതിൽ തൃപ്തനല്ല, അയാൾ കൃത്യമായി പൈസ കൊടുത്തിട്ടുണ്ട്, വാങ്ങിയ വസ്തു എന്താണ്, അത് ക്വാളിറ്റി ഇല്ലാത്തതാണ്, പുറമെ അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വസനുഹും യുഖ്സിറൂൻ, അങ്ങോട്ട് കൊടുത്തത് ആ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി കുറച്ചിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, ഇവിടെ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അവർ വീണ്ടും ജനിപ്പിക്കപ്പെടുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹറാമായ രീതിയിലുള്ള ഒരു സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുകൊടുത്ത് മക്കളെ കൊണ്ട് തീറ്റിച്ച് സ്വന്തം ഭക്ഷിക്കുന്നവൻ, ആ ഭക്ഷണം അനുവദനീയമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, ഹറാമായ സമ്പത്ത് കൊണ്ടുണ്ടായിട്ടുള്ള ശരീരം അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അന്നാറു ഔലാ ബിഹി, അവന് ഏറ്റവും നല്ലത് നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു പരിശുദ്ധനാണ്, അള്ളാഹു ശുദ്ധനായിട്ടുള്ളവനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായതല്ലാതെ ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കണം. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരാൾ കുറേ യാത്ര ചെയ്തവനാണ്, യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്, അയാൾ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്രയിൽ ജട പിടിച്ചിട്ടുണ്ട്, പൊടി പിടിച്ചിട്ടുണ്ട്, ശരീരത്തിൽ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കൈകൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, റബ്ബിന്റെ പേര് വ്യത്യസ്തമായി വിളിക്കുക എന്നുള്ളത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മദ്അമുഹു ഹറാം വമശ്റബുഹു ഹറാം, ആ മനുഷ്യൻ യാത്രക്കാരനായിരിക്കാം, റബ്ബിന്റെ പേര് വിളിക്കുന്നുണ്ടായിരിക്കാം, കൈകൾ ഉയർത്തുന്നുണ്ടായിരിക്കാം, പക്ഷേ അയാൾ കഴിച്ച ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. അങ്ങനെയാണ് അയാൾ വളർന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടാൽ മതി, മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അനുവദനീയമല്ലാത്തത് കഴിക്കുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനക്ക് മറുപടി പോലും കൊടുക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണം എന്ന ഈ അനുഗ്രഹം അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ കൃത്യമായ കണിശത ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കഴിക്കേണ്ടത് ഹലാലായിട്ടുള്ള ഭക്ഷണം മാത്രമായിരിക്കണം. പിന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഭക്ഷണവുമായി നമ്മൾക്ക് പരിചയമുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ വിശാലമായ മേഖലയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിട്ടുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അനുഗ്രഹം അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു തന്നത് അത് കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇദാ അകല അഹദുക്കും തആമൻ ഫല്യഖുൽ ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് കഴിക്കണം, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് പറയേണ്ടത്. മറന്നുപോയി കഴിഞ്ഞാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, അല്ലെങ്കിൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്ന് ഒരാൾ പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത് എന്ന് ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, അല്ലെങ്കിൽ പിശാചിന്റെ പാത പിൻപറ്റുന്നവനാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതും തിന്നുന്നതുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ മാതൃകയാണ് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു നഹാ അൻ യശ്റബ അർ-റജുലു ഖായിമൻ, ഒരാൾ നിന്ന് കുടിക്കുന്നതിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു എന്നാണ്. അതേപോലെ തന്നെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിന് ശാസ്ത്രീയത എന്താണെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഡൈജഷനിൽ ഇത്ര സ്വാധീനം ഉണ്ടാകും, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനുമായി അതിന് ബന്ധമുണ്ട്, ഇങ്ങനെയൊന്നല്ല ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. ആ സുന്നത്ത് പ്രതിഫലാർഹമായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഗുണം ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ച് നമ്മൾ നിർവഹിക്കുക. ശാസ്ത്രം പറയുന്നു ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഗുണമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ റസൂലുള്ള പറഞ്ഞാൽ കാര്യമുണ്ട്, അങ്ങനല്ല. ശാസ്ത്രം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നാണ്. ഇനി ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമ്മൾക്ക് കാണാൻ കഴിയും, ലാ ആകുലു വഅന മുത്തകിഉൻ, ഞാൻ ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല, ഇരിക്കുകയാണെങ്കിലും ചാരി ഇരുന്നിട്ട് ഞാൻ കഴിക്കാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. മക്കൾ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, ഉപ്പ ഒരു ഭാഗത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, അവർ മൊബൈലിൽ നോക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുലൂ ജമീഅൻ വലാ തഫറഖു, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും, നിങ്ങൾ വേറെ വേറെ പോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതാണ് ബറക്കത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഞങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീൻ, നിങ്ങൾ വേറെ വേറെ ഇരുന്ന് കഴിച്ചിട്ടായിരിക്കും, നിങ്ങൾ ഒന്നിച്ച് കഴിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ കഴിയും. മൂന്ന് വിരലുകൾ കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചത് എന്നാണ്. ഇതിനൊക്കെ പ്രവാചകന് ശേഷം പലരും അതിന്റെ ശാസ്ത്രവും അതേപോലെ തന്നെ അതിന്റെ ചില ഗുണങ്ങളും ഒക്കെ പഠനങ്ങൾ നടത്തിയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? അത് പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പിൻപറ്റലാണ് വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുലു ബിസലാത്തി അസാബി, പ്രവാചകൻ 3 വിരലുകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ആ വിരലിലുണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടം നേരെ പോയിട്ട് കഴുകിക്കളയല്ല, അത് ഊമ്പി ഭക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇദാ അകല അഹദുക്കും ഫല്യൽഅഖ് അസാബിഅഹു, ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആ വിരലിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യതിഹിന്ന ബറക, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്, അതെവിടെയാണെന്ന് നമ്മൾക്കറിയില്ല. കയ്യിൽ പറ്റിയ ഭക്ഷണത്തിലുള്ള ബറക്കത്ത് അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് അത് നമ്മൾ കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിന്റെ നടുവിൽ ബറക്കത്ത് ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിന്റെ വശത്ത് നിന്ന് കഴിക്കണം, പ്ലേറ്റിന്റെ സൈഡിൽ നിന്ന് കഴിക്കണം, നടുവിൽ ഇങ്ങനെ കുഴച്ചിട്ടല്ല തിന്നേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുദൂ മിൻ ഹാഫതിഹി വദറൂ വസതഹു ഫഇന്നൽ ബറകത തൻസിലു ഫീ വസതി, അതിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഒരു വീണു പോകുന്ന ഭക്ഷണം പോലും വെറുതെ കളയാൻ പാടില്ല. ഇദാ സഖതത മിൻ അഹദികും അൽലുഖ്മ ഫല്യുമിതു മാ കാന ബിഹാ മിൻ അദാ, ഒന്ന് വീണുപോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ മടി കാണിക്കേണ്ട ആവശ്യമില്ല. വേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ, പൊടിയായിട്ടില്ലെങ്കിൽ, ഇനി ആയിട്ടുണ്ടെങ്കിലും ഫല്യുമിത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ പൊടി കളയുക, അതിന്റെ വേസ്റ്റ് കളയുക. വല യദ്അഹാ ലിശൈത്താൻ, പിശാചിന് വേണ്ടി വിട്ടുകൊടുക്കരുത്. അല്ലേ, ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മി ചൊല്ലാത്ത ഭക്ഷണം പിശാചിന്റെ ഓഹരിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാരി വലിച്ച് കഴിക്കുന്ന രീതിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് ആ 3 വിരലിലൂടെ കഴിക്കുന്ന രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന വിഷയം പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതനഫ്ഫസു ഫി ശറാബി സലാസൻ വയഖൂൽ, പ്രവാചകൻ വെള്ളം കുടിക്കുന്ന സമയത്ത് കുടിക്കുന്നു, ശ്വസിക്കുന്നു, വീണ്ടും കുടിക്കുന്നു, വീണ്ടും ശ്വസിക്കുന്നു, വീണ്ടും കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചിരുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നത്, ഇന്നഹു അർവാ വ അംറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് ദാഹം ശമിപ്പിക്കുന്നതാണ്. അല്ലെ, ഒന്നിച്ചിങ്ങനെ നേരെ ബോട്ടിലിങ്ങനെ വായിലേക്ക് ഒഴിച്ചാൽ വയറ് നിറയാന്നല്ലാതെ ദാഹത്തിന്
ശമനമല്ല ലഭിക്കുന്നത്, മറിച്ച് കുറച്ച് ആസ്വദിച്ച് കുടിക്കുന്നതിലൂടെ അവന് ദാഹശമനം ഉണ്ടാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അറുവയാണത്. അതേപോലെ തന്നെ അബ്ര ആണ്, പ്രയാസം ഉണ്ടാക്കാത്തതാണ്. മെല്ലെ മെല്ലെ കുടിക്കാന്നുള്ളത് അവര് പ്രയാസമുണ്ടാക്കാത്ത, തൊണ്ടയിൽ പോവാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരു രീതിയാണത്. അതേപോലെ തന്നെ അമ്ര, അവന് സുഖം നൽകുന്ന, അവന് കൂടുതൽ എളുപ്പം നൽകുന്ന രീതിയാണ് ഇങ്ങനെ മെല്ലെ വെള്ളം കുടിക്കുക എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം അനിശ്ശുർബി മിൻ ഫമിൽ ഖിർബ അവ ഇസ്തിഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോട്ടിൽ ഒന്നിച്ചെടുത്തിട്ട് വായിലേക്ക് ഒഴിക്കുന്നത് വിരോധിച്ചിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ പാത്രം, തോൽപാത്രമൊക്കെ ഉള്ളിൽ എന്താണെന്ന് കാണാത്ത പാത്രങ്ങളായിരിക്കും. അതിങ്ങനെ നേരിട്ടിട്ട് ഒഴിക്കുക എന്നുള്ളതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അത് മറ്റൊന്നിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്ന് കുടിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ കാരണമായിട്ട് പല രീതിയിലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. അതിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ മര്യാദകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാന്റെ അനുഗ്രഹമാണ്. നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഭക്ഷണം കിട്ടാതെ വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവും ഇറങ്ങിയത് ഭക്ഷണം കിട്ടാതെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അത്യാവശ്യം സാമ്പത്തികമായി ചുറ്റുപാടുള്ള ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് അവർക്ക് ഭക്ഷണം ലഭിച്ചു. അന്ന് രാത്രി അവരന്ന് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി പുറത്തേക്ക് ഇറങ്ങിയ വിശന്നിട്ടാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഭക്ഷണം കിട്ടുന്നത്. ആ കിട്ടിയ ഭക്ഷണത്തെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈം. ഈ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുമെന്നാണ്. ഈ ഒരു അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും. ഏതനുഗ്രഹം? രാത്രി വിശന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കിട്ടിയ ഭക്ഷണം. ആ ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് സഹാബത്തിനോട് പറയണം. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ ഇവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ, അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്നിറക്കിയത് വിശപ്പാണ്. വിശന്നിട്ട് നിങ്ങളെ വീട്ടിൽ നിന്നിറങ്ങി. സുമ്മ ലം തർജിഉ ഹത്താ അസാബകും ഹാദൻ നഈം. പക്ഷേ വിശന്നുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം തന്നു, എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ്. അള്ളാഹിന്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, പക്ഷേ വഷ്കുറൂ ലഹ്, അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് ഇത് അള്ളാഹിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അവന്റെ തെറ്റുപോലും പുറത്തു കൊടുക്കുന്നതാണ്. ഒരു ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് അള്ളാഹിന്റെ അനുഗ്രഹം മനസ്സിലാക്കിയിട്ട് പറഞ്ഞൊരു മനുഷ്യന്റെ തെറ്റ് പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മൻ അകല തആമൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതേപോലെ മറ്റൊരു ഹദീസിൽ അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീ ഗൈറ മക്ഫിയ്യിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബുനാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ പറയുമായിരുന്നു എന്നാൽ അള്ളാഹുവിനെ ധാരാളം പുകഴ്ത്താണ്. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ വീണ്ടും വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുകയായിരുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ഒരാൾക്ക് തന്ന ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹിനെ ഓർത്താൽ, അള്ളാഹിനെ സ്തുതിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി അയാൾക്ക് ലഭിക്കുമെന്നാണ്. ഇന്നല്ലാഹ ല യർദാ അനിൽ അബ്ദ്, ഒരടിമയെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടും. അയ്യഅകുലൽ അക്ല ഫയഹ്മദുഹു അലൈഹ, ഭക്ഷണം കഴിച്ചിട്ട് അവൻ സ്തുതിച്ചു കഴിഞ്ഞാൽ, ഔ യശ്റബ ശുർബ ഫയഹ്മദുഹു അലൈഹ, അല്ലെങ്കിൽ ഒരാൾ വെള്ളം കുടിച്ചിട്ട് അതിന്റെ പേരിൽ അള്ളാഹിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹു തൃപ്തിപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. ഇന്നൽ സാഇബി ശാകിരി മിനൽ അജ്ർ, ഭക്ഷണം കഴിക്കുന്നവന് അവൻ നന്ദിയുള്ളവനാണെങ്കിൽ പ്രതിഫലമുണ്ട്. ഏതുപോലെ ഒരു ക്ഷമിക്കുന്ന നോമ്പുകാരനുള്ള പ്രതിഫലം പോലെ ശുക്ർ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നവനും പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു മഹത്തായ അനുഗ്രഹം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലൂടെ ആ അനുഗ്രഹത്തെ സമീപിക്കാൻ, അതിലൂടെ അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നമ്മൾക്ക് എവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മൾക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിൻ്റെ ഏതൊരു അനുഗ്രഹവും പോലെ തന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത് അമിത വ്യയം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തിട്ടുള്ള കാര്യമാണ്. ആഹാരത്തിന്റെ വിഷയത്തിലാണെങ്കിൽ അമിതാഹാരം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിലപാട് പഠിപ്പിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിഷയത്തിൽ എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആവശ്യമുള്ളത് കഴിക്കാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകുന്നത്. അത് കഴിക്കാൻ അല്ലാഹു നമ്മോട് പറഞ്ഞു. അനുവദനീയമായതും അതേപോലെ തന്നെ വിശിഷ്ടമായതുമായ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എന്നാൽ അതിനപ്പുറത്തുള്ളത്, ആവശ്യത്തിനപ്പുറത്ത് അമിതമായിട്ടുള്ളത്, അനാവശ്യമായിട്ടുള്ള ഭക്ഷണം, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആക്ഷേപമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വേണ്ട എന്ന രീതിയിൽ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വകുലു വശ്റബു, തിന്നുക, കുടിച്ചുകൊള്ളുക, വലാ തുസ്രിഫു, പക്ഷെ ഓവറാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു പറയുന്നു, കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, നാം തന്നതിൽ നിന്ന് നല്ലത് നിങ്ങൾ ഭക്ഷിക്കുക, വലാ തത്ഗൗ ഫീഹി, പക്ഷേ അതിൽ നിങ്ങൾ അതിര് കവിയരുത്, ഫയഹില്ല അലൈക്കും ഗദബി, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം എൻ്റെ കോപം നിങ്ങളുടെ മേൽ വന്നിറങ്ങുന്നതാണ് എന്നാണ്. ഭക്ഷണം നിങ്ങൾ കഴിക്കുക, അതിര് കവിയരുത്, എൻ്റെ കോപം നിങ്ങളുടെ മേൽ വന്നിറങ്ങും. വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവ, എൻ്റെ കോപം ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നാശത്തിൽ പതിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതുവരെ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നത് കൃത്യമായി, അമിതാഹാരം പാടില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. മതിയായാൽ വീണ്ടും വീണ്ടും കഴിക്കാം, വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന രീതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മലഅ ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നിൻ, ഒരു മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും ഷർറായിട്ടുള്ള പാത്രം എന്നത് അവന്റെ വയറാണ് എന്നാണ്. ഒരു മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും ഷർറായ വേസ്റ്റ് ബാസ്ക്കറ്റാണ് അവന്റെ വയറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ബിഹസ്ബി ഇബ്നി ആദമ ഉകുലാത് യുഖിന്ന സുൽബഹു, ഒരു മനുഷ്യന് അവന് കഴിക്കേണ്ട ആവശ്യമുള്ള ഭക്ഷണമുണ്ട്, അതവൻ കഴിച്ചാൽ മതി. ഇൻ കാന ലാ മഹാല ഫതുലുസുൽ ലിതആമിഹി വതുലുസുൽ ലിശറാബിഹി വതുലുസുൽ ലിനഫസി, അവന് വേണ്ട ഭക്ഷണം അവന് കഴിക്കാം, എന്നാൽ അവൻ കഴിച്ചെത്തേണ്ടത് എവിടെയാണ്? 1/3 അവൻ കഴിക്കുക ഭക്ഷണമായിട്ട്, 1/3 അവൻ വെള്ളം കുടിക്കുക, വയറിന്റെ 1/3 അവൻ കാലിയാക്കി വിടുക, അവൻ ശ്വസിക്കാൻ വേണ്ടി വിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം? എന്താ കുറെ തിന്നാൽ അള്ളാഹു അനുവദനീയമാക്കി തന്ന കാര്യമില്ല, എന്താ കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് പലപ്പോഴും നമ്മൾക്ക് തോന്നുന്നുണ്ടാകും. പരലോകത്തെ മറപ്പിക്കുന്ന, ദുനിയാവിൽ തന്നെ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അമിത ഭക്ഷണം എന്നുള്ളത്. ഏതിനെയും പോലെ തന്നെ ഭക്ഷണത്തിന്റെ വിഷയത്തിലും അമിതം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ഷീണമുണ്ടാക്കുന്ന, മടിയുണ്ടാക്കുന്ന, ഉറക്കം വരുത്തുന്ന, അലസതയുണ്ടാക്കുന്നതാണ് അമിതമായ ഭക്ഷണം എന്നുള്ളത്. ഒരാളുടെ ഇബാദത്തുകളിൽ നിന്നും അയാളെ മാറ്റി നിർത്തുന്ന, അയാളെ മടിയനാക്കുന്ന, അയാളെ രോഗിയാക്കുന്ന കാര്യമാണ് അമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അസുഖങ്ങൾ പോലും വരുത്തി വെക്കുന്നതാണ് അമിതമായ ഭക്ഷണം എന്നുള്ളത്. മഹാനായ ഇബ്നുൽ ജൗസി ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറഞ്ഞ നമ്മൾക്ക് കാണാൻ കഴിയും. ഹാദൽ ഹദീസു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ്, 1/3 ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ ഹദീസ് അസ്ലുൻ ജാമിഉൻ ലി ഉസൂലി തിബ്ബി കുല്ലിഹാ, വൈദ്യശാസ്ത്രത്തിലെ അസ്ലാണ്, അടിസ്ഥാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസ് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞ ഈ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന മനുഷ്യർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരില്ല, അമിതാഹാരം കൊണ്ടുള്ള രോഗങ്ങൾ അയാളെ പിടിപെടുകയില്ല എന്ന് ഈ ഹദീസിനെ വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇൻ അറദ്ത അൻ യസിഹ ജിസ്മുക്, സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയാണ്, നിന്റെ ശരീരം ആരോഗ്യമുള്ളതാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വയഖില്ല നൗമുക്, നിന്റെ ഉറക്കം കുറയാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫഅഖ്ലിൽ മിനൽ അക്ലി, ഭക്ഷണം നീ കുറക്കുക എന്ന് അദ്ദേഹം പഠിപ്പിച്ച് നമ്മൾക്ക് കാണാൻ കഴിയും. ഇത് വെറുതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡയലോഗ് അടിച്ചിട്ട് പോയതല്ല. റസൂലുള്ളാഹി വിശന്നിട്ടുണ്ട്, ഭക്ഷണം കിട്ടാതിരുന്നിട്ടുണ്ട്, കിട്ടിയപ്പോൾ വാരി വലിച്ച് തിന്നിട്ടുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. അന്നഹു മർറ ബിഖൗമിൻ ബൈന ഐദീഹിം ഷാത്തുൻ മസ്ലിയ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആടിനെ പൊരിച്ച് മുന്നിൽ വെച്ച കുറച്ച് ആളുകളുടെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാൻ,
എന്നിട്ട് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനദ് ദുനിയ, റസൂലുള്ളാഹി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. വലം യശ്ബഅ മിനൽ ഖുബ്സി ശഈർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബ്സ് പോലും വയറ് നിറച്ച് കഴിക്കാത്തവരായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നും ഒരുപാട് ഭക്ഷണം കിട്ടാത്തവർ, പീഡിപ്പിക്കപ്പെടുന്നവർ, ഫലസ്തീനിലെ പോലെ പല നാടുകളിലും പിഞ്ചോമന മക്കൾ പോലും ഭക്ഷണം ലഭിക്കാത്തവർ ഇന്നുണ്ട്. അവരെയൊക്കെ ഓർക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും വിശ്വാസി എന്ന നിലക്ക് നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒന്നും കഴിക്കണ്ട, അല്ലെങ്കിൽ മാക്സിമം കഴിക്കാതിരുന്നിട്ട് ക്ഷീണിക്കുക, എന്നിട്ട് തളർന്നു പോകാമെന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. മറിച്ച് ഒരാൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾ ക്ഷീണിച്ചു പോകണമെങ്കിൽ അയാൾ ക്ഷീണിക്കണം എന്നല്ല പറഞ്ഞത്. ആവശ്യമുള്ളത് കഴിക്കണമെന്ന് തന്നെയാണ്. ആവശ്യത്തിന് അപ്പുറത്തേക്ക് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ രീതിയിൽ പഠിപ്പിക്കുന്നത് എന്നാണ്. ഒരാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകും, അയാൾ ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. ആത്മഹത്യ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്. ഭക്ഷണം കഴിക്കൽ ആവശ്യമാണെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കണം, അത് അയാൾക്ക് നിർബന്ധമാണ്. ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിൽ, നോമ്പെടുക്കണമെങ്കിൽ കുറച്ചധികം ഭക്ഷണം കഴിക്കണം, എങ്കിൽ അയാളത് കഴിക്കണം, അത് അയാൾക്ക് നിർബന്ധമാണ്. അയാൾ ഫർളായി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് എത്താൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യൽ അയാൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഞാനിന് തീരെ ഒന്നും തിന്നണില്ല എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കണം, ആവശ്യമുള്ളത്. അമിതമാകുന്നതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചില സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളിനി നോമ്പ് വിസാൽ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. വിസാൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നോമ്പ് തുറക്കാണ്ട് ഒരു ദിവസത്തെ നോമ്പ് കഴിഞ്ഞു രാത്രി ഭക്ഷണം കഴിക്കാതെ അടുത്തത്തെ നോമ്പ് അതിങ്ങനെ തുടർച്ചയായിട്ട് എടുക്കണതിനാണ് വിസാൽ എന്ന് പറയും. അപ്പോൾ വിസാൽ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ തുവാസിലു, നിങ്ങൾ വിസാൽ ചെയ്യാൻ പാടില്ല, നിങ്ങൾ വിസാൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിനോട് തിരിച്ചു ചോദ്യം, ഇന്നക തുവാസിൽ, നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മഗ്‌രിബിന് നോമ്പ് കുറിക്കാണ്ട് വീണ്ടും രാത്രിയും ഭക്ഷണം കഴിക്കാതെ അടുത്ത ദിവസം വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോമ്പ് എടുക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് തുറക്കുന്നില്ല, നിങ്ങൾ അത്താഴം കഴിക്കുന്നില്ല, എന്നിട്ട് അങ്ങനെയുള്ള നോമ്പ് നിങ്ങൾ എടുക്കണ്ടല്ലോ, അപ്പോൾ നമുക്ക് എടുക്കാലോ എന്ന് പ്രവാചകരോട് സഹാബാക്കൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല, ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി, ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എനിക്ക് അള്ളാഹു ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹിക്ക് പ്രത്യേക കഴിവുണ്ട്, പ്രത്യേക ശക്തിയുണ്ട്, എന്നെ പോലെയല്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വിസാലെടുക്കാൻ പാടില്ല, നിങ്ങൾ മഗ്‌രിബിന് നോമ്പ് തുറന്നിട്ട് തന്നെയാണ് അടുത്ത നോമ്പെടുക്കേണ്ടത്, അത്താഴം കഴിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ നോമ്പെടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കഴിക്കണ്ടെന്നോ ക്ഷീണിക്കണോ എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള നമ്മൾ കഴിക്കുകയും എന്നാൽ അമിതാഹാരം എന്ന രീതിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾക്ക് നന്മ ചെയ്യണം, രാത്രി നമസ്കരിക്കണം, അല്ലെങ്കിൽ നോമ്പെടുക്കണം, സുന്നത്ത് നോമ്പുകൾ വേണം, അതിനൊക്കെ എത്രത്തോളം നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഒരാൾ നിയത്ത് വെക്കുകയാണ്, നാളെ നോമ്പെടുക്കാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നൊരാൾ നിയത്ത് വെച്ചാൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് അയാൾക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ അമിതാഹാരം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ പിൻപറ്റാനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അനുഗ്രഹം ലഭിക്കാത്തവർ, പട്ടിണി കിടക്കുന്നവർ, പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസം നീക്കി നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിവാഹം വൈകിപ്പോകുന്ന യുവാക്കളുണ്ട്, യുവതികളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ഇടകളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളുമായുള്ള നല്ല ബന്ധം, സഹോദരങ്ങളുമായുള്ള നല്ല ബന്ധം, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുമായുള്ള നല്ല ബന്ധം അത് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار.